ഒരിക്കൽ കൂടി നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം പ്രണയം നടിച്ച് ട്രാപ്പിലാക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചാണ്. പ്രണയം ഒരിക്കലും തെറ്റല്ല. നമുക്ക് എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രണയമൊക്കെ തോന്നുന്നത് ഒരിക്കലും തെറ്റല്ല. പക്ഷേ ആ പ്രണയം, ഒരാളിലേക്ക് പ്രണയം തോന്നിയാൽ അതിലൂടെ ചൂഷണങ്ങളിലേക്ക് വരുമ്പോഴാണ് ഇതൊരു തെറ്റായിട്ട് മാറുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പല രീതിയിലുള്ള ചൂഷണങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചൂഷണങ്ങളാണ് പ്രണയ കെണികൾ. പ്രണയത്തിലൂടെ അവരെ കെണിയിൽപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു വിഷയം കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാവരും അറിയണില്ല. അതിൻ്റെ എന്തെങ്കിലും അപകടങ്ങളിലേക്ക് എത്തുമ്പോഴാണ് നമ്മളത് അറിയണത്. അപ്പോൾ ഈ അപകടങ്ങൾ വരാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ അത് തിരിച്ചറിയണമല്ലോ. ഇതെന്താണ് കെണി, ഇതിന് ഉള്ളിൽ വല്ല കെണിയുണ്ടോ എന്ന് തിരിച്ചറിയണമല്ലോ. അപ്പോൾ കെണിയുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ കുറച്ച് വസ്തുതകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാനൊരു ചെറിയൊരു കഥ പറയാം. ഞാൻ വിദേശത്തായിരുന്നപ്പോൾ അവിടെ ഞാൻ താമസിച്ചിരുന്നത് ഷാർജയിലായിരുന്നു, ജോലി ചെയ്തിരുന്നത് ദുബായിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഡെയിലി എനിക്ക് ജോലിക്ക് പോകുന്നത് ഷാർജ ടു ദുബായ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഞാൻ ശരിക്കും എൻ്റെ ഓർമ്മയിൽ നിന്ന് പോയി, കാലങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ എന്തായാലും ഒരു നമ്മൾ ധൃതി പിടിച്ച് പോയില്ലെങ്കിൽ ഒരു 40 മിനിറ്റിൽ നമുക്ക് അവിടെ എത്താം. ഒരു 40 മിനിറ്റിൽ ട്രാഫിക് ഒന്നും പ്രശ്നമില്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 40 മിനിറ്റിൽ അവിടെ എത്താം. നമ്മൾ തിരക്കുള്ള ദിവസമാണെങ്കിൽ നമുക്ക് ആ പറഞ്ഞ സമയത്തിന് ചിലപ്പോൾ എത്താൻ പറ്റില്ല, നല്ല ട്രാഫിക്കുള്ള സമയത്ത്. ഇപ്പോൾ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ടാവും. ഇപ്പോൾ മറ്റേ മെട്രോയൊക്കെ വന്നപ്പോൾ അത് ആ കാര്യങ്ങളൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടാവും. അപ്പോൾ മുമ്പ് ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ നിന്ന് നമുക്ക് അറിയാമല്ലോ, നമ്മുടെ പ്രൈവറ്റ് ബസ് പോലെ ബസ്സുണ്ട്, ബസ് സർവീസുണ്ട്. പക്ഷേ ഇങ്ങനെ ഷാർജ ടു ദുബായ് ബസ് സർവീസൊന്നും അങ്ങനെ ഇല്ല. പിന്നെ ഭൂരിഭാഗം കമ്പനികൾക്ക് വണ്ടിയുണ്ട്. നമ്മൾ പുതുതായിട്ട് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ലൈസൻസ് എടുത്ത് വണ്ടിയൊന്നും മേടിക്കാനുള്ള അതിനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളവിടെ ചെന്നു, കമ്പനിയിൽ വണ്ടിയുള്ള ആൾക്കാർ കമ്പനിയുടെ വണ്ടി കറക്റ്റ് ടൈമിൽ വരും, അത് പോകും. അപ്പം ഞാൻ പോയിക്കൊണ്ടിരുന്നത് അവിടെ ഒരു സർവീസ് ഉണ്ടായിരുന്നു, ടാക്സി, ഷെയറിംഗ് ടാക്സി ഉണ്ട്. അതുകൂടാതെ നമുക്ക് കാർ ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. കാർ ലിഫ്റ്റ് എന്ന് പറഞ്ഞ പരിപാടി, ഇപ്പോൾ എനിക്കൊരു വണ്ടിയുണ്ട്. അപ്പോൾ എനിക്ക് വണ്ടി ഉണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് ഷാർജ ടു ദുബായ് പോകുന്ന റൂട്ട്, സ്ഥിരമായിട്ട് പോകുന്ന റൂട്ടുണ്ടെങ്കിൽ ആ റൂട്ടിൽ പോകുന്ന വേറെ ആൾക്കാരെ കൂടെ കൂട്ടുക. അപ്പോൾ എൻ്റെ കാറിൽ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നതെങ്കിൽ എനിക്ക് എൻ്റെ ഫ്രണ്ട് സീറ്റിൽ ഒരാളെ ഇരുത്താം, ബാക്ക് സീറ്റിൽ 3 പേരെ ഇരുത്താം. അപ്പോൾ 4 പേർക്ക് പോവാം. അപ്പോൾ ഈ 4 പേരുടെ നിന്ന് മന്ത്ലി ഒരു ബേസിസിൽ അവർ പൈസ ഈടാക്കും. ആ പൈസ ആണ് ഡ്രൈവറുടെ പരിപാടി. അപ്പോൾ സ്ഥിരം ഇതിനു വേണ്ടി നടക്കുന്ന കുറേ ആൾക്കാരുമുണ്ട്. അപ്പോൾ അവിടുത്തെ നിയമത്തെ പറ്റിച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. പക്ഷേ പ്രൈവറ്റ് വണ്ടി ആയിരിക്കുള്ളൂ, ടാക്സി ഒന്നും ആവില്ല, പ്രൈവറ്റ് വണ്ടി ആയിരിക്കുള്ളൂ. വണ്ടി ഇപ്പോൾ എല്ലാ വണ്ടിയും ഉണ്ടാവും. ആ വണ്ടിയിൽ നമുക്ക് ഇപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാരുടെ വണ്ടി ബെൻസ് ആയിരിക്കും, അല്ലെങ്കിൽ എല്ലാ വണ്ടികളും ഉണ്ടല്ലോ. ടാക്സി അടക്കം ബെൻസ് ആയിരുന്നു അവിടുത്തെ. അപ്പോൾ വണ്ടികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ എല്ലാ വണ്ടികളും ഇവർ പ്രൈവറ്റ് വണ്ടികളാണ്. ജോലിക്ക് പോകുന്ന ആൾക്കാർ ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും പോകുന്നത്, ചിലപ്പോൾ ചില ആൾക്കാർ പോകുമ്പോൾ ഫാമിലി ആയിട്ടായിരിക്കും പോകുന്നത്. കാരണം വൈഫിന് ജോലി ഉണ്ടാവും, വൈഫിനെയും കൂടി കൂട്ടിയിട്ടായിരിക്കും പോകുന്നത്. അതല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്കായിരിക്കും പോവുക. അപ്പോൾ ആ റൂട്ടിൽ പോകുന്ന, അപ്പോൾ ഞാനിവിടുന്ന് പോകുന്നത് ശരിക്കും ഷാർജ ടു ദുബായ് സ്ട്രെയിറ്റ് റൂട്ടിൽ കൂടിയാണ്.
എന്നിട്ട് എനിക്ക് പോകേണ്ടിയിരുന്നത് വാഫി സിറ്റിയാണ്. വാഫി സിറ്റി എന്ന് പറയുമ്പോൾ ബർദുബായ് എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ എന്താണ്, ദുബായിൽ നിന്നും അലൈൻ പോകുന്ന റൂട്ടിലാണത്. ദുബായ് അലൈൻ അബുദാബി പോകുന്ന റൂട്ടിലാണത്. അപ്പോൾ ആ റൂട്ടിൽ ജോലിക്ക് പോകുന്ന ആൾക്കാർ കൂടെ പോകും. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് പോയി നമ്മൾ വേറെ വണ്ടി സൗകര്യപ്പെട്ട് കിട്ടുമ്പോൾ നമ്മൾ ആ വണ്ടിയിലേക്ക് മാറും. അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ എന്താണ് പറയുക, നമ്മൾ ആ വണ്ടിയിൽ പോകുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ അതിൽ സ്ത്രീകളുണ്ടാവാറുണ്ട്, പെൺകുട്ടികളുണ്ടാവാറുണ്ട്, അവിടെ ജോലിക്ക് വരുന്ന പുതിയ പെൺകുട്ടികളുണ്ടാവാറുണ്ട്, പ്രായം കുറഞ്ഞ പെൺകുട്ടികളുണ്ടാവാറുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പെൺകുട്ടികളുണ്ടാവാറുണ്ട്. ഇവരെല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആണ്. ഇവർക്കെല്ലാവർക്കും അവരവരുടേതായ കാര്യങ്ങളുമായിട്ടാണ് അവർ വന്നേക്കുന്നത്. ചിലപ്പോൾ ഹസ്ബൻഡ് ഉണ്ടാവും, ചിലപ്പോൾ ഹസ്ബൻഡ് ഉണ്ടാവില്ല, ഒറ്റയ്ക്കായിരിക്കും, ഹസ്ബൻഡ് നാട്ടിലായിരിക്കും, ഈ കുട്ടി അവിടെ ഇരിക്കും. അപ്പോൾ ഈ പോകുന്ന ആൾക്കാരിൽ എനിക്കറിയാവുന്ന ഒരാളുണ്ടായിരുന്നു. ആളെ എവിടത്തുകാരനാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ വ്യക്തി, പുള്ളി ഒരു വണ്ടി എടുത്തിട്ട്, പുള്ളിയുടെ പരിപാടി ഇതാണ്. രാവിലെ പുള്ളി 7 മണി തൊട്ട് തുടങ്ങും. 7 മണിക്ക് ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ നിന്നെടുത്ത് ദുബായിൽ പോയി അവിടെ കൊണ്ടാക്കാനുള്ള ആൾക്കാരെയൊക്കെ ആക്കിയിട്ട് തിരിച്ചു വന്നിട്ട് പിന്നത്തെ അടുത്ത ട്രിപ്പ് 8:30. അപ്പോൾ 9 മണിക്ക് 9:30 ജോലിക്ക് കയറേണ്ട ആൾക്കാരെ ആക്കുന്നതാണ് പരിപാടി. അത് കഴിഞ്ഞിട്ട് പിന്നെ 11 മണിക്ക് ഷോപ്പുകളൊക്കെ തുറക്കുന്ന സമയത്ത് ഷോപ്പിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോകും. അപ്പോൾ ഇയാൾ രാവിലെ തന്നെ ഏകദേശം ഒരു 3 ട്രിപ്പ് രാവിലെ പോകും. പിന്നെ വൈകുന്നേരം അതുപോലെ തന്നെ. ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഗ്യാപ്പിൽ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അയാൾ പോകും. അങ്ങനത്തെ ഒരാൾ. അപ്പോൾ ഇയാൾ അത്യാവശ്യം കാണാൻ സുന്ദരനാണ്. പിന്നെ വൃത്തിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ വൃത്തി എന്ന് പറഞ്ഞാൽ ഇവരുടെ വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് പൊതുവെ വൃത്തി കുറവാണ്. പക്ഷേ ഇയാൾ അങ്ങനെയല്ല. ഇയാൾ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട്, നല്ല വെളുത്ത ഡ്രസ്സ് ഉപയോഗിക്കുള്ളൂ. വെളുത്ത ഡ്രസ്സ് ഉപയോഗിക്കുക. ആൾ നല്ല വെളുത്ത് നല്ല കളറാണ്, നല്ല കളറുള്ള ആളുമാണ്. പിന്നെ അപ്പോൾ ഇയാൾ എല്ലാ ദിവസവും പോകുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഒരു നമ്മുടെ നാട്ടിലുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു. അതിൻ്റെ പേര് രശ്മി എന്നായിരുന്നു. അപ്പോൾ രശ്മിക്ക് ഇവിടെ ഉണ്ട്. രശ്മിക്കും പോകേണ്ടത് ഞാൻ ജോലി ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് ആ കുട്ടി. അത് മറ്റേ ഇൻ്റർനെറ്റ് സിറ്റിയിലായിരുന്നു. അപ്പോൾ എന്നെ വിട്ടിട്ടാണ് ഇതിനെ ഇൻ്റർനെറ്റ് സിറ്റിയിലേക്ക് വിടുന്നത്. ഞാൻ വാഫിയിൽ ഇറങ്ങും, ഇതിനെ അങ്ങോട്ട് ഇൻ്റർനെറ്റ് സിറ്റിയിലേക്ക് പോകും. അപ്പോൾ ഈ കുട്ടിയാണ് ലാസ്റ്റ്. അപ്പോൾ ഇത് എല്ലാവരും ഇങ്ങനെ പോകും. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ സ്ഥലം വരും ഇറങ്ങിപ്പോവും. അങ്ങനെ പോവും എല്ലാവരും. അപ്പോൾ ഈ കക്ഷിയുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കക്ഷിക്ക് ചില ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. അപ്പോൾ രശ്മി ആണെങ്കിലും നല്ലൊരു പെൺകുട്ടിയാണ്. അതിനെ കണ്ടാൽ എല്ലാവർക്കും അട്രാക്ഷൻ ഉണ്ടാവും. അത്യാവശ്യം കുറച്ച് പ്ലംബി ആയിട്ട്, നല്ല വെളുത്തിട്ട് സുന്ദരിയായിട്ടുള്ള കുറിച്ചാണ്. അപ്പോൾ അതിനെ ഇയാൾക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ താല്പര്യത്തിൽ ഇയാളെന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഈ കുട്ടി വരുമ്പോൾ ഒരു ഫ്രണ്ട് ഡോറിൽ നിന്ന് ചാടി ഇറങ്ങി. എന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് ഡോറ് തുറന്നു കൊടുക്കും. എന്നിട്ട് കയറിയിട്ട് ഡോറടച്ചു. എന്നിട്ട് പുള്ളി വന്ന് എൻ്റെ ഡ്രൈവറുടെ സീറ്റിൽ വണ്ടി ഓടിക്കും. അപ്പോൾ സാധാരണയിൽ കവിഞ്ഞിട്ടുള്ള ഒരു എക്സ്ട്രാ കാര്യങ്ങളാണ് ഈ കുട്ടിയോട് കയ്യിൽ കാണിക്കുന്നത്. അകത്ത് കയറി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ എ സി വെൻറ്റ് ഇതിനെ നേരെ വെച്ച് കൊടുക്കും. ഇങ്ങനെ എക്സ്ട്രാ അതിനെ കെയർ ചെയ്യുന്ന രീതിയിൽ ആണ് പുള്ളിയുടെ എല്ലാ പെരുമാറ്റങ്ങളും. അപ്പോൾ ഈ കെയർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെയാണല്ലോ. അപ്പോൾ നാട്ടിൽ നിന്നൊക്കെ നമ്മൾ മാറി വേറെ സ്ഥലത്ത് വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരു പ്രത്യേകിച്ചൊരു പെൺകുട്ടിയാണ്. അപ്പോൾ അതിന് ഒരു കെയറിങ് ഒരു സ്ഥലത്തു നിന്ന് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ മനസ്സ് അങ്ങോട്ട് പോകും. അപ്പോൾ ഭയങ്കര കമ്പനിയായി. വേറെ തെറ്റിദ്ധാരണകളൊന്നുമില്ല, ആൾക്കാർക്കാർക്കും തെറ്റിദ്ധാരണകളൊന്നുമില്ല. ഭയങ്കര കമ്പനിയൊക്കെ. പക്ഷേ പിന്നീട് ഈ കക്ഷി എന്താ വെച്ചാൽ ഇതിൻ്റെ ടൈം ചേഞ്ച് ചെയ്ത് അതിന് വേണ്ടിയിട്ട് ഒറ്റയ്ക്കൊരു സമയം കണ്ടെത്തി, അതിനെ ഒറ്റയ്ക്ക് കൊണ്ടേ ആക്കാനായിട്ടുള്ളൊരു ശ്രമം കണ്ടെത്തി, വേറെ കുറേ സ്ത്രീകളെ ഉൾപ്പെടുത്തി. കാരണം ഞങ്ങളൊക്കെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അത് കാരണം ഞങ്ങളെയൊക്കെ ഒഴിവാക്കിയിട്ട് വേറെ കുട്ടികളെ
അപ്പോൾ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന വേറെ രണ്ടുപേരെ അവർ ഒഴിവാക്കി. അപ്പം ഞാനുണ്ട്, എൻ്റെ കൂടെ എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഗോവക്കാരി പെൺകുട്ടിയുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒഴിവാക്കിയില്ല. ഞാനും ഉണ്ട്, ഈ പെൺകുട്ടിയുണ്ട്, പിന്നെ രശ്മിയുണ്ട്. അങ്ങനെ ഇത്രയും പേര്, പിന്നെ ഒരു വേറൊരു സ്ത്രീനെ ഉൾപ്പെടുത്തി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുരുഷനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു പ്രശ്നമല്ല. കാരണം ഞാനൊന്നിലും ഇടപെടില്ല, ഇയാളുടെ കാര്യങ്ങളിലൊന്നും ഇടപെടില്ല, ഇയാൾ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. നമ്മുടെ ജോലിക്ക് പോകുന്നു, ഞാൻ കിടന്നു, ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള വിഷയങ്ങൾ നമ്മളതിനകത്ത് ഇടപെട്ടിട്ടുണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ ഈ രശ്മിക്കും ശരിക്കും ഞാനുമായിട്ട് നല്ലൊരു കമ്പനിയായിരുന്നു രശ്മി. അപ്പോൾ ഇതിന് ഞങ്ങളിടയ്ക്ക് എൻ്റെ അടുത്ത് പറയും, അപ്പോൾ ഹസ്ബൻഡ് ജോലിയെടുത്ത് വേറെ സ്ഥലത്ത് ജോലിയുണ്ട്. അപ്പം ഞാൻ താമസിക്കുന്നിടത്ത് ഞങ്ങൾ ഒരുമിച്ച്, ഇപ്പം എൻ്റെ കൂട്ടത്തിൽ വേറെ എൻ്റെ ഫ്രണ്ട്സും അവൻ്റെ വൈഫും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ സിനിമയ്ക്ക് പോകുമ്പോൾ ഒരു രശ്മിയെ കണ്ടു, തിയേറ്ററിൽ വെച്ച് രശ്മിയെ കണ്ടു. അപ്പോൾ ഹസ്ബൻഡിനെ കണ്ട് പരിചയപ്പെട്ടു. അങ്ങനെ അത് പോവുകയാണ്. അപ്പോൾ നല്ല ക്ലോസാണ്, ഞാനും രശ്മിയൊക്കെ ആയിട്ട് നല്ല ക്ലോസാണ്. അപ്പോൾ ഞങ്ങൾ സംസാരിക്കും. അപ്പോൾ തമാശകൾ പറയും വണ്ടിയിലിരിക്കുമ്പോൾ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ തമാശ. അപ്പം ഈ കക്ഷി ഓരോന്നും എന്താ പറയുക, അത് ഇതിനെ കംഫർട്ട് ചെയ്യുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ മാത്രമേ പറയുള്ളൂ. ഈ പെൺകുട്ടിയെ കംഫർട്ട് ചെയ്യുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ മാത്രമേ പറയുള്ളൂ, വേറെ ഒന്നും പറയില്ല. വേറെ എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ തന്നെ അപ്പം തന്നെ പുള്ളി അത് ഡൈവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി വളരെ പ്ലാൻഡാണ്. അതായത് വളരെ, അതെനിക്ക് മനസ്സിലായിരുന്നത്, പക്ഷെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ഞാൻ മനസ്സിലായെങ്കിലും ഞാൻ മൈൻഡ് ചെയ്യില്ല. കാരണം നമ്മൾക്ക് അതിനകത്ത് ഇൻ്റർഫിയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അയാൾക്ക് അയാളുടേതായ വ്യക്തിപരമായ കാര്യം, ആ പെൺകുട്ടിക്കാണെങ്കിലും അതിൻ്റെ വ്യക്തിപരം, നമുക്കറിയില്ല ആ പെൺകുട്ടിയുടെ മനസ്സിലെന്താണ്. പക്ഷേ ഇയാൾ വഴിയെ ഈ പെൺകുട്ടിയെ അപ്പം എന്താണ് പറയുക, പെൺകുട്ടിയെ വേറെ രീതിയിലേക്ക് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. അതിനെ ഒറ്റയ്ക്ക് കൊണ്ടാക്കാനുള്ള പരിപാടികൾ തുടങ്ങി. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അതിൻ്റെ പിന്നിൽ, പിന്നെ കുറേ. അപ്പോൾ എനിക്കും ഈ രശ്മിയുടെ മാറ്റങ്ങളും ഞാനും ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ രശ്മിക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ രശ്മിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇയാളോടൊരു ഒരു സോഫ്റ്റ് ഒരു സംഭവം വന്നിട്ടുണ്ട്. അപ്പം ഞാനും അത് ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് പറയേണ്ട ആവശ്യമില്ല, ഓരോരുത്തരുടെ കാര്യങ്ങളാണ്. ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് കൂടി വരികയാണ്. പിന്നെ ഞാൻ ഇതിനകത്ത് രശ്മിയുടെ അടുത്ത് ചില കാര്യങ്ങൾ ഇയാൾ പറയുമ്പോൾ ഞാൻ അതിനെ ഒബ്സ്ട്രക്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ പുള്ളിക്ക് എന്നെ മനസ്സിലായി, ഇനി ഇയാളെ കൂടി കൂട്ടിക്കൊണ്ടുപോയാൽ ശരിയാവില്ല. പുള്ളിയപ്പോൾ എന്നെ സോഫ്റ്റായിട്ട് അതിൽ നിന്ന് ഒഴിവാക്കണം. അപ്പോൾ ഒഴിവാക്കി. പിന്നെ രശ്മിയും വേറൊരു ഗ്രൂപ്പായിട്ട് പോകണം. അപ്പം ഞാൻ വേറൊരു വണ്ടിയിൽ മാറി ഞാൻ പോയി. എന്നാലും ഇടയ്ക്ക് രശ്മിനെ ഇടയ്ക്ക് വിളിക്കുമായിരുന്നു. പക്ഷേ ഇൻ്റർനെറ്റ് സിറ്റിയിൽ തിരക്കാണ് ആ കുട്ടിക്ക് എപ്പോഴും. അപ്പം ഞാൻ അതിനെ ഡിസ്റ്റർബ് ചെയ്യാറില്ല. ഇടയ്ക്ക് വിളിക്കും, വല്ലപ്പോഴും വിളിക്കാൻ സംസാരിക്കും, ഇത്രയേ ഉള്ളൂ. ഇത് ഇങ്ങനെ. അപ്പോൾ ഇതാണ് ഇതിന് ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ, ചില ആൾക്കാർ ചില കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ് അവർ വരുന്നത്, പ്ലാൻഡാണ് അവർ ഒരാളെ തൻ്റെ പരിധിയിൽ കൊണ്ടുവരണം എന്ന് വിചാരിച്ചാൽ അതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ടാണ്. ഇവർക്ക് ഫിനാൻഷ്യലി ഇവർക്ക് ബാക്ക് സപ്പോർട്ട് ഫിനാൻഷ്യലി ഇവർക്ക് ഉണ്ടാകും. ഇപ്പോൾ ഉള്ള കാലത്ത് അങ്ങനെയാണ്. ഫിനാൻഷ്യലി ഇവർക്ക് ഒരു ബാക്ക് സപ്പോർട്ട് ഉണ്ടാവും. എത്ര പൈസ ചോദിച്ചാലും അവർ കൊടുക്കും. അപ്പോൾ കാരണം ഇതൊക്കെ ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു എന്താണ് പറയുക, അവരെ ഇതിനകത്തേക്ക് ട്രാപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ പൈസയുടെ കാര്യത്തിൽ ടെൻഷനില്ല, ഇഷ്ടം പോലെ പൈസ. പിന്നെ വണ്ടികളാണെങ്കിലും ഇഷ്ടം പോലെ വണ്ടികൾ. ഒരു ദിവസം ഒരു വണ്ടി കൊണ്ടുവന്നാൽ വേറൊരു ദിവസം വേറെ വണ്ടി കൊണ്ടുവരും. അത് ആരുടെയെന്ന് ചോദിച്ചാൽ അതെൻ്റെ ഇളയച്ചൻ്റെയാണ്, അല്ലെങ്കിൽ മറ്റേ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ എൻ്റെ കസിൻ്റെയാണ്, അല്ലെങ്കിൽ എൻ്റെ ചേച്ചിയുടെയാണ്, അനിയൻ്റെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടികൾ ഇഷ്ടം പോലെ വണ്ടികൾ, എല്ലാം പ്രീമിയം വണ്ടികൾ. അപ്പോൾ നമ്മുടെ നാട്ടിൽ വന്ന് കഷ്ടപ്പാടിൽ നിന്ന് പോകുന്ന ഒരാളാണെങ്കിൽ ഈ പ്രീമിയം വണ്ടിയൊക്കെ കാണുമ്പോൾ നമുക്കൊരു അനുഭൂതിയാണ് ആ വണ്ടിയിൽ കയറാനും അതിൽ യാത്ര ചെയ്യാനും. അപ്പോൾ അങ്ങനത്തെ ഒരു ഭ്രമം എല്ലാവർക്കും ഉണ്ടല്ലോ, നാച്ചുറലി ഉള്ള കാര്യമാണ്. ഓക്കെ. അപ്പോൾ അത് ഇവർ മുതലെടുക്കും. ഇവർ തരാതരം വണ്ടികളാണ് കൊണ്ടുവരുന്നത്, പിന്നെ തരാതര കാര്യങ്ങളാണ് ഇവർ ഗിഫ്റ്റ് കൊണ്ടുവന്ന് കൊടുക്കൽ. ഇങ്ങനെ പോകുന്നു അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇവർക്കൊരു ലക്ഷ്യമുണ്ട്.
ഇവരൊരു ട്രാപ്പ് ഇവരുടെ മുന്നിൽ, ഇവർക്കറിയാം ഇതിൻ്റെ പ്ലാൻ എങ്ങനെയൊക്കെ എന്നുള്ളത്. ഇവർ പണ്ട് കൃഷ്ണൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇപ്പം ഈ സമയത്ത് ഒരു കൃഷ്ണൻ്റെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട്. കാരണം കൃഷ്ണൻ എന്ന് പറയുന്നത് കൃഷ്ണന് 1008 ഭാര്യമാരാണ് എന്ന് നമ്മളുടെ സങ്കല്പത്തിൽ പറയണം. അപ്പം യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, അത് തെറ്റാണ്. 1008 ഭാര്യമാരൊന്നുമില്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെ 1008 ഭാര്യമാരെന്ന് പറയുന്നത്? സ്ത്രീകൾക്ക് പൊതുവെ കൃഷ്ണനോട് ഇഷ്ടമാണ്. അപ്പോൾ എല്ലാ സ്ത്രീകളും കൃഷ്ണനെ പ്രേമിക്കുന്നു, മനസ്സുകൊണ്ട് പ്രേമിക്കുന്നു. അവർ ആ പ്രണയമാണ് അവർ സൂക്ഷിക്കുന്നത്. ആ അർത്ഥത്തിലാണ് 1008 ഭാര്യമാരെന്ന് പറയുന്നത്. അല്ലാണ്ട് കൃഷ്ണന് 1008 ഭാര്യമാരൊന്നുമില്ല. യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. അപ്പം കൃഷ്ണൻ ഈ അപ്പോഴും അതിനകത്ത് ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട്. ഈ 1008 ഭാര്യമാർ ഓരോ പെൺകുട്ടികളെ കാണുമ്പോഴും കൃഷ്ണൻ അവരോട് മാത്രം ഇടപെടുന്ന ഒരാളാണ്. ഇവരോട് അതായത് വേറൊരു പെൺകുട്ടിയോട് പറയുന്ന കാര്യം ഈ പെൺകുട്ടിയോട് പറയില്ല, ഈ പെൺകുട്ടിയോട് പറയുന്ന കാര്യം മറ്റേ പെൺകുട്ടിയോട് പറയില്ല. അപ്പം ഇങ്ങനെ ഓരോ വ്യക്തികളെയും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് പുള്ളി ഡീൽ ചെയ്യണത്. അപ്പം എന്താ അങ്ങനെ പറയുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അറിയില്ല. കണ്ടാൽ മൈൻഡ് ചെയ്യില്ല, മുന്നിൽ കണ്ടാൽ ചിലപ്പോൾ മൈൻഡ് പോലും ചെയ്യില്ല. മനസ്സിലായില്ലേ? അപ്പം മൈൻഡ് ചെയ്യില്ല, അപ്പം അറിയില്ല, ഓ അങ്ങനെ ഒരാളെ ഇല്ല, ഒന്നും ചെയ്യൂല, ഇയാളുമായിട്ട് ഒരു ബന്ധമൊന്നുമില്ല എന്ന് സാധാരണ കാണുന്നവർ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, അവർ തമ്മിൽ ബന്ധമുണ്ട്, അവർ തമ്മിൽ എല്ലാ രീതിയിലും ബന്ധമുണ്ട്. പക്ഷേ അത് വളരെ സ്വകാര്യതയിലാണ്. അതിനുവേണ്ടി സമയം കണ്ടെത്തലും അല്ലെങ്കിൽ അതിനുവേണ്ടി സമയം ഉണ്ടാക്കലും ഒക്കെ ഈ പറയുന്ന ആർക്കാണോ ആവശ്യക്കാരനാണ് അതിൻ്റെ പണി മുഴുവൻ ചെയ്യുക. അപ്പോൾ ഈ ആവശ്യക്കാരനൊരു ദുരുദ്ദേശം കൂടി ഉണ്ടെങ്കിലോ അയാൾ അതനുസരിച്ച് പ്രത്യേകിച്ച് ട്രാപ്പ് പോലെ അയാൾ പ്രത്യേകിച്ച് പ്ലാൻഡ് ആയിരിക്കും എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇങ്ങനെ ഒരു പദ്ധതി ഇട്ടുകൊണ്ടാണ് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ കുറേ ആൾക്കാർ പ്രണയം നടിച്ച് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വീണ് പോകുന്ന നിഷ്കളങ്കരായിട്ടുള്ള കുറേ പെൺകുട്ടികളുണ്ട്. അവർക്കറിയില്ല, അവർക്ക് ഇത്രയും ചിന്തിക്കാനും പോലും അവർക്ക് കഴിയില്ല. അപ്പം നമ്മളുടെ ചിന്തയിൽ ഈ തെറ്റായിട്ട് എന്തെങ്കിലും അനുഭവം ഉണ്ടാകുമ്പോഴാണ് അവർ ഇത് റിയലൈസ് ചെയ്യണത്. അപ്പോഴത്തേക്കും കാര്യങ്ങൾ വൈകിപ്പോയിട്ടുണ്ടാവും. ഇവർക്ക് പിന്നെ അതിൽ നിന്ന് പിരിയാൻ പറ്റാത്തൊരു സാഹചര്യം. അതുമാത്രമല്ല, വിവാഹം ഇവർ വാഗ്ദാനം ചെയ്യുന്നതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ആദ്യം ഇയാൾ ഈ പെൺകുട്ടിക്ക് അടിമയായിരിക്കും. അതായത് പെൺകുട്ടി എന്ത് പറഞ്ഞാലും ഇയാളോട് തലകുത്തി നിൽക്കാൻ പറഞ്ഞാൽ ഇയാൾ തലകുത്തി നിൽക്കും, ഓടാൻ പറഞ്ഞാൽ ഇയാൾ ഓടും. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് അപ്പോൾ പെണ്ണ് വിചാരിച്ചു, ശരി, അയ്യോ ഇയാളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആൾ, അപ്പം ഞാൻ എന്തായാലും ഇയാളുടെ കൂടെ തന്നെ പോവാം. അവസാനം കല്യാണം കഴിയും. കല്യാണം കഴിയുമ്പോൾ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ ഇയാളുടെ സ്വഭാവം മാറി തുടങ്ങും. അപ്പം അതുവരെ ഇയാൾ തലകുത്തി നിൽക്കാൻ പറഞ്ഞ പെണ്ണിനോട് ഇയാൾ അന്നത്തെ ദിവസം പറയും, നീ തലകുത്തിക്ക്, അവളെ തലകുത്തി നിർത്തും. ഇതാണ് ഇന്നത്തെ ലോകത്തിൽ നടക്കുന്ന പ്രണയ ട്രാപ്പുകൾ. അപ്പോൾ ഈ ട്രാപ്പ് ഇടാൻ വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ കഥ പറയും. അവരുടെ ജീവിതത്തിൽ അവർ ഇല്ലാത്ത സാഹചര്യങ്ങൾ അവർ ഉണ്ടാക്കി പറയും. കാരണം ഈ പെൺകുട്ടിയുടെ മനസ്സ് ഇവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ പെൺകുട്ടീനെ എന്ത് പറഞ്ഞാൽ ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റും, എന്ത് പറഞ്ഞാൽ തന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള രീതിയിൽ കഥ പറഞ്ഞ് ആ ആളെ മാറ്റി തൻ്റെ പരിധിയിൽ കൊണ്ടുവന്നതിന് ശേഷം പിന്നെ ഇയാൾ കാണിക്കുന്നത് ഇയാളുടെ പരിധിയിൽ അതിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതാണ് പിന്നീട് അത് പോകുന്നത് കൊലപാതകങ്ങളിലേക്കും ആത്മഹത്യകളിലേക്കും അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്കാണ് പിന്നീട് പോകുന്നത്. അപ്പോൾ ഇതാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ ഇപ്പോൾ വേറെ ഈ പെൺകുട്ടിക്ക് വേറെ ആരോടെങ്കിലും ഒരു ബന്ധം ഉണ്ടെങ്കിൽ ആ ബന്ധം തകർക്കാൻ വേണ്ടിയിട്ട് ഇവർ അയാളെക്കുറിച്ച് ഇല്ലാത്ത നുണകളും കുറ്റങ്ങളും ഒക്കെ ഈ പെൺകുട്ടിയെടുത്ത് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഇത് അങ്ങനെയാണെന്ന് വരുത്തി തീർക്കാൻ വരെ സാഹചര്യങ്ങളുണ്ടാകും. അപ്പം ഇതുപോലത്തെ കുറേ കാര്യങ്ങളാണ്. അത് പദ്ധതിയാണല്ലോ, ഇതൊരു പദ്ധതിയാണ്, പ്ലാൻ ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഇതിനെ ഈ പദ്ധതിക്ക് അനുസൃതമായിട്ട് ആദ്യം ഇവർ പെൺകുട്ടിക്ക് അടിമയാവുകയും അത് കഴിഞ്ഞ് പെൺകുട്ടീനെ തൻ്റെ അടിമത്തത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക. ഇതാണ് ഈ ഒരു പദ്ധതി. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതിനെ കുറിച്ചൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. ഈ പ്രണയം എന്നൊക്കെ പറഞ്ഞത് ഓർഗാനിക്കാണ്, ശരിക്കും നാച്ചുറലി സംഭവിക്കുന്ന കാര്യമാണ്. അത് കാലങ്ങളെടുത്താണ് പ്രണയങ്ങൾ ഉണ്ടാവുന്നത്. ഒരാളുടെ മനസ്സിൽ പ്രണയം ഉണ്ടാവുന്നത് കാലങ്ങളെടുത്തിട്ടാണ്. പണ്ടുള്ള പ്രണയങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ പറയാൻ പോലും പറ്റില്ല.
ഒരാൾ യഥാർത്ഥ സ്നേഹമാണെങ്കിൽ അത് പറയാൻ പറ്റില്ല. കാരണം ഈ ആളെ കാണുമ്പോൾ മറ്റേ ആളുടെ നെഞ്ചെടുപ്പ് കൂടും. അത് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയാണ്, പറയാൻ പറ്റില്ല. അതിങ്ങനെ കുറേ കാലം കൊണ്ടു നടക്കും. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏതെങ്കിലും തൊട്ടടുത്തുള്ള കൂട്ടുകാരിയോ അല്ലെങ്കിൽ കൂട്ടുകാരനോ ആയിട്ടാണ് പിന്നത്തെ ബന്ധം. ആ ബന്ധത്തിലൂടെയാണ് പിന്നെ അടുത്ത ബന്ധത്തിലേക്ക് വരുന്നത്. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും പൊതുവെയൊക്കെ നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ കല്യാണം കഴിഞ്ഞു പോകും, കല്യാണം കഴിക്കാനായിട്ട് സാഹചര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ പ്രണയം പറയാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാവും. ഇങ്ങനെ പോകുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് ഓർഗാനിക്കലി സംഭവിക്കേണ്ടതാണ്, നാച്ചുറലി സംഭവിക്കേണ്ടതാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള പ്രണയം എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് തോന്നുന്ന സ്നേഹം എന്നൊക്കെ പറഞ്ഞത്. ആ സ്നേഹത്തിൻ്റെ ഉള്ളിൽ സത്യസന്ധതയും എല്ലാം കൂടി വരുമ്പോഴാണ് അത് ഒരു ലോങ് ടേം റിലേഷനായിട്ട് മാറുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ ഇതിന് കാലയളവ് വേണ്ടി വരും. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഇന്ന് എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിയുമ്പോൾ, പെൺകുട്ടികളാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിയുമ്പോൾ എടുത്ത് ചാടുവാണ്. ചാടിക്കഴിഞ്ഞ് പിന്നെ അവസാനം അതിൽ നിന്ന് തിരിച്ചു പോരാൻ പറ്റാണ്ടായി ജീവിതം അവസാനിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എന്നൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, പറയുന്ന കാര്യങ്ങളെല്ലാം അപ്പാടെ വിശ്വസിക്കാണ്ടിരിക്കുക. നിങ്ങൾക്ക് സത്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അറിഞ്ഞ് മറ്റുള്ളവരോട് അന്വേഷിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ ആ ബന്ധമായിട്ട് മുന്നോട്ട് പോവുക. അത് നല്ലൊരു ബന്ധമാണെങ്കിൽ നടക്കട്ടെ, നല്ല കാര്യം, അത് നല്ല കാര്യം. പക്ഷേ ഇതുപോലെ ട്രാപ്പാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവരെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുകൂടാതെ പെട്ടെന്നെടുത്ത് ഒരു ബന്ധത്തിലേക്ക് എടുത്ത് ചാടാണ്ടിരിക്കുക. പെട്ടെന്നൊരു പ്രീമിയം കാറ് കൊണ്ടുവന്നാലും ആവശ്യത്തിന് പൈസ കൊണ്ടുവന്ന് ചിലവാക്കിയാലും അതൊന്നുമല്ല ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കുക. അത് താൽക്കാലികം മാത്രമാണെന്ന് മനസ്സിലാക്കുക. ഇതിൽ വിട്ടിട്ട് അപ്പുറത്ത് യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി, ജീവിതം മനസ്സിലാക്കിയില്ലെങ്കിലും നമ്മൾ മറ്റുള്ളവരുടെ കഥയെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. മറ്റുള്ളവരുടെ കഥകൾ, മറ്റുള്ള ജീവിതങ്ങൾ, അതാണ് പണ്ടുള്ള ആൾക്കാർ, അച്ഛനമ്മമാർ പെൺമക്കളോടാണെങ്കിലും പറഞ്ഞു കൊടുക്കണത്. മോളെ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഇതാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കണതിൻ്റെ കാര്യം എന്താണ്? ഇവർ കണ്ടിട്ടില്ല, ഇവർ ജീവിച്ച അനുഭവത്തിലായിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷേ, അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളുടെ അവർക്ക് പറ്റിയ അബദ്ധങ്ങളായിരിക്കാം. അപ്പോൾ ഇതും നമ്മൾ കുറച്ച് മുഖവിലയ്ക്ക് എടുക്കേണ്ട ആവശ്യമുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ആവശ്യമുണ്ട്. കാരണം ജീവിതം ഒരു പ്രാവശ്യമുള്ളൂ, മനുഷ്യനൊരു ജീവിതം ഒരു പ്രാവശ്യമുള്ളൂ. 2 പ്രാവശ്യമൊക്കെ ഉണ്ടാവാറുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബന്ധങ്ങൾ വേർപെട്ട് അത് തീരെ നിവൃത്തിയില്ലാത്തൊരു ഘട്ടത്തിലെത്തി കഴിയുമ്പോൾ ആ ബന്ധം വേർപെട്ട് വേറൊരു ബന്ധത്തിലേക്കൊക്കെ പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അത് അപ്പോഴും ഇത് തന്നെയാണ്. ഇതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ജീവിതം എന്ന് പറഞ്ഞാൽ പരീക്ഷണമല്ലല്ലോ. ഇപ്പോൾ ഒരാളുടെ കൂടെ കുറച്ചാൾ നടന്നു, അയാളെ മനസ്സിലാക്കി, അയാൾ മോശക്കാരനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അയാളെ വിട്ടു, എന്നിട്ട് വേറൊരാളുടെ കൂടെ പോയി. ഒരു സെക്കൻഡ്, എനിക്ക് ഫോൺ അടിക്കുന്നു. അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ നമ്മൾ ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരു പെൺകുട്ടീനെ വിട്ട് വേറൊരു പെൺകുട്ടിയിലേക്ക് പോയി, അല്ലെങ്കിൽ വേറെ ആൺകുട്ടിയിലേക്ക് പോയി, അയാളുടെ കൂടെ കുറേ കാലം നടന്നു. ഇത് വിദേശത്ത് നടക്കുന്നത് ഇതാണ്. വിദേശങ്ങളിൽ നടക്കുന്നത് സ്ത്രീകൾ ഇങ്ങനെയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. കാരണം അവർക്ക് സമയമില്ല എന്നാണ് അവർ പറയുന്നത്. അതിലൊന്നും കാര്യമൊന്നുമില്ല, സമയമൊക്കെ ഉണ്ട്. സമയം അല്ല ഇതിനകത്ത് പ്രധാന കാരണം. ഇതിനകത്ത് നമ്മൾ സ്വയം നമ്മളുടെ മനസ്സിനോട് ഒരു ചോദ്യം ചോദിക്കേണ്ടതുണ്ട്. ആ ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിനകത്തൊക്കെ ഉത്തരം കണ്ടെത്തുന്നത്. ഇപ്പോൾ കുടുംബജീവിതം, ഇയാളുടെ കൂടെ കുടുംബജീവിതം മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണോ? അതിനെന്തെങ്കിലും കാര്യകാരണങ്ങളുണ്ടോ? അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത്. അതിന് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം അതിന് വേണ്ടി മാത്രം. ഇപ്പോൾ നമ്മൾ പറയുന്ന വിഷയം ഈ പ്രണയ കെണിയെക്കുറിച്ചാണ്. അപ്പോൾ ആ കെണിയിൽ പോയി പെടാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കുക. താൽക്കാലിക സുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരാളുടെ അടുത്തും ഒരു ബന്ധം വയ്ക്കാണ്ടിരിക്കുക. നമുക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും, ആ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നം കേൾക്കാനിരിക്കുന്ന ഒരാളാണ് പിന്നീട് ഇയാളെ കുടുക്കിൽ കൊണ്ട് ചാടിക്കുന്നത്. അപ്പം ഇങ്ങനെ കേൾക്കാനിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കുക. അത് നല്ല ആൾക്കാരിൽ നിന്ന് മാത്രം കേൾക്കുക, നല്ല ആൾക്കാരിലോട് മാത്രം പറയുക. അല്ലാത്തവരെ നമ്മൾ തിരിച്ചറിയുക. നല്ലതാണോ ചീത്തയാണോ എന്നും തിരിച്ചറിയേണ്ടത് അത് നമ്മൾ പെട്ടെന്നൊന്നും കയറി ഒരാളോട് ഒന്നും പറയാണ്ടിരിക്കുക തന്നെയാണ് ഏറ്റവും നല്ലത്.
അതാണ് ഞാൻ പറഞ്ഞില്ലേ, ബന്ധങ്ങൾ ഓർഗാനിക്കലി സംഭവിക്കണം, നാച്ചുറലി സംഭവിക്കണം. നമ്മൾ സ്ഥിരം കാണുന്ന ഒരാൾ കുറേ നാൾ കണ്ടു, അയാളെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ കിട്ടി. ആ അവസരങ്ങളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായങ്ങൾ പിന്നെ പറഞ്ഞ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആ അഭിപ്രായത്തോട് യോജിക്കാൻ പറ്റുമോ, യോജിക്കാൻ പറ്റൂലേ, ഇതൊക്കെ തീരുമാനിച്ചിട്ട് വേണം നമ്മളൊരു ഒരു ബന്ധത്തിലേക്ക് പോകാൻ. നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകത, മലയാളികൾ ഇതുപോലെ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ വിദേശത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ആർക്കും ഒരു ബന്ധങ്ങളൊന്നുമില്ല. അവരാരെയും ബന്ധം മൈൻഡ് ചെയ്യുന്നു പോലുമില്ല. അവർക്ക് ഇന്നിപ്പോൾ ഒരാളുടെ കൂടെ പോയി, അത് കഴിയുമ്പോൾ നാളെ തോന്നുകയാണ് ഇയാളായിട്ട് വേണ്ട, അടുത്ത ആളുടെ കൂടെ പോകാമെന്ന് പറഞ്ഞാൽ അടുത്ത ആളുടെ കൂടെ പോയി. പക്ഷേ അതൊരു ശാശ്വതമായിട്ടുള്ളൊരു ജീവിതമല്ല അത്. നമ്മളെവിടെയെങ്കിലും ഒരു കുടുംബം ശരിക്കും മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സാക്രിഫൈസ് ചെയ്യണം. നമ്മളുടെ ബന്ധങ്ങളിലും അതുപോലെ നമ്മളുടെ മാനസികാവസ്ഥയിലും നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ നമ്മൾ കുറച്ച് സാക്രിഫൈസ് ചെയ്യണം. ഒരേ സമയത്ത് നമുക്ക് 10 ആൾക്കാരായിട്ട് റിലേഷൻ കൊണ്ടുപോകാൻ പറ്റില്ല, യഥാർത്ഥ റിലേഷൻ കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ട്രാപ്പിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ 10 അല്ല 100 ആളുടെ അടുത്തും ശ്രീകൃഷ്ണൻ കൊണ്ടുപോയ പോലെ 1008 ഭാര്യമാരായിട്ട് വേണമെങ്കിലും ജീവിക്കാം നമുക്ക്. പക്ഷെ അതിന് നമ്മൾ ഒത്തിരി സ്ട്രെയിൻ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് കാരണം ഒരാളോട് പറയുന്ന കാര്യം മറ്റൊരാൾ അറിയരുത്. അത് ഇത്രയും ആൾക്കാരെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാര പണിയല്ല. നമ്മളും അത്രയും നമ്മളും അത്രയും കോഷ്യസ് ആവണം. അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ കുറേ നമ്മൾ സഹിക്കണം, കുറേ നമ്മൾ ക്ഷമിക്കണം. ഇതൊക്കെ ചെയ്താലും മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ലൊരു ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൗരവകരമായിട്ടുള്ളതും നമുക്ക് പ്രയോജനപ്പെടുന്നതുമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. അതുകൂടാതെ ഇപ്പോൾ ഒരു പുതിയൊരു പ്രൊമോട്ട് ചെയ്യുന്നൊരു ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്. നമ്മൾ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അത് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അതിനകത്തൊരു പോയിൻറ്റ്സ് നമുക്ക് കൂടുതൽ കിട്ടും. അപ്പോൾ ആ പോയിൻറ്റ്സ് നിങ്ങൾ പൈസ മുടക്കൊന്നുമില്ല, അതിനകത്ത് ആർക്കും പൈസ മുടക്കൊന്നുമില്ല. ജസ്റ്റ് ആ ബട്ടൺ ഒന്ന് ടച്ച് ചെയ്യുക. അതിനകത്ത് അത് കഴിയുമ്പോൾ ഒരു കോയിൻ ഇത്ര പോയിൻ്റ് എന്നും പറഞ്ഞിട്ട് കൊടുക്കും. ആ പോയിൻ്റ് ഒന്നും കൂടി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളുടെ ചാനലിന് ഗുണം ചെയ്യും, ആ ചാനൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രത്യേകിച്ച് ഹൈപ്പ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇനി എന്തെങ്കിലും പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ഞാനുമായിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ആ ജോയിൻ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു 50 രൂപ താഴെ അതിൻ്റെ ഒരു ജോയിനിങ് ഫീസ് ഉണ്ട്. ആ ഫീസ് നിങ്ങൾ ഓൺലൈനിൽ പേ ചെയ്തിട്ട് ചെയ്യാം. ഇത് കൂടാതെ ഏതെങ്കിലും നമുക്ക് ഒരു 10 പേര് കൂടുന്നിടത്ത് നമുക്കൊരു ട്രെയിനിങ് പ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയുടെ താഴെ സബ്സ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുക്കാൻ ഞാൻ വിട്ടുപോയിരുന്നു. എന്തായാലും ഞാനിപ്പോൾ അത് ആഡ് ചെയ്യുന്നുണ്ട്, എല്ലാത്തിലും ആഡ് ചെയ്യുന്നുണ്ട്. നമ്പർ വാട്സപ്പ് നമ്പറാണ്. അതിനകത്തേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നമുക്ക് നേരിട്ട് സംസാരിക്കേണ്ടതാണെങ്കിൽ നേരിട്ട് സംസാരിക്കാം. അതല്ല നമുക്ക് എവിടെയെങ്കിലും കൂടിയിട്ട് നമുക്കൊരു ചർച്ചയായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഫീസുണ്ട്. ആ ഫീസ് ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ എന്തായാലും വാട്സാപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ആവശ്യം ഉണ്ടെങ്കിൽ അത് വാട്സാപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഹൈപ്പ് ബട്ടൺ പ്രസ് ചെയ്യാതിരിക്കാൻ മറക്കരുത്. അത് പ്രസ് ചെയ്യുക കേട്ടോ. അത് പ്രസ് ചെയ്യുക, നിങ്ങൾക്ക് ചിലവൊന്നുമില്ല. ജസ്റ്റ് ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് അതിനകത്ത് പറയുന്ന പോലെ അത് ഫോളോ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വിഷയമായിട്ട് നമുക്കൊരു അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.